നേതാവ് തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ പറഞ്ഞത് CPI-യുമായി ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലുടനീളം വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് സംഘപരിവാരത്തിനെതിരെ ഏറ്റവും തുടർച്ചയായി സമരം നടത്തുന്ന സംഘടന DYFI. ഭരണം ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നവരാവർ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം, CPIM, DYFI ഒക്കെ എന്താണ് RSSനെ RSSനോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന സംഘടനയാണ്. അവരെ പ്രീണപ്പെടുത്താൻ വേണ്ടി, സൗകര്യപ്പെടുത്താൻ വേണ്ടി, അവരോട് പിന്തുണ കിട്ടാൻ വേണ്ടിയൊക്കെ ഇടപെടുന്നവരാണ് എന്നുള്ള പ്രചരണമാണ് അവരയച്ചു വിടുന്നത്. അത് തന്നെയാണ് ആരും ഏറ്റെടുക്കുന്നത്? UDF ഏറ്റെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്താണോ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ആര് സ്വീകരിക്കുന്നത്? UDF സ്വീകരിക്കുന്നത്. ഇപ്പോൾ PMA സലാം ജമാഅത്തെ ഇസ്ലാമിയും സമസ്ത സുന്നിയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും. PMA സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുക, ജമാഅത്തെ ഇസ്ലാമി എന്തല്ല ഒരു വർഗീയ കക്ഷിയല്ല, മറ്റൊരു സംവിധാനമല്ല, അവർ EK സുന്നിയെ പോലെ അവർ മറ്റൊരു മതസംഘടനയാണ് എന്ന് പറഞ്ഞു വെക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? VD സതീശൻ പറഞ്ഞു ഇതെന്തല്ല മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരല്ല ആര്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. എന്നാൽ MK മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെയല്ല, ആ നിലപാട് തെറ്റാണ് എന്ന് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോയപ്പോൾ MK മുനീർ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ കാണേണ്ടത് ഈ വർഗീയവാദികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും അവരെ ഒരു സഖ്യകക്ഷികളെപ്പോലെ കാണുകയും അവരോടൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് കേരളത്തിലെ UDF. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇടതുപക്ഷത്തെ DYFI-യൊക്കെ ഞങ്ങൾ നടത്തുന്ന വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും SDPI-യോടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടോ ഈ പറയുന്ന RSSനോടോ ഒരു പരസ്യ സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന നിലപാട് ഒരു കാലത്തും ഞങ്ങളാരും സ്വീകരിക്കാറില്ല. അല്ല, ഈ പലയിടങ്ങളിലും നിങ്ങൾക്കറിയാലോ, ഓരോ വ്യക്തികൾ പലയിടങ്ങളിലും ഇതുപോലെ പല സാഹചര്യങ്ങളിൽ വോട്ട് ചെയ്യും. നമ്മളുടെ ഒരു പൊതു നിലപാട് വർഗീയതക്കെതിരെയുള്ള നിലപാടാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല, എവിടെയും ഒരു നീക്കുപോക്കില്ല. എന്നാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾക്കറിയുന്നല്ലേ, ചെറുവണ്ണൂർ സീറ്റിൽ മത്സരിച്ചത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയാ. UDF-ആയിട്ട് അലയൻസാ. എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ അലയൻസ്? അങ്ങനെ കൂടി ചേർന്ന് ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ പിന്തുണക്കുന്നത്. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഗീയവാദികളോടും ഒരു മൃദു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. ഈ വോട്ട് വേണം എന്ന് പറയുന്ന ആൾ ഞാനല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ DYFI-യുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പറയാണ്. അത് ആധികാരികമായിട്ട് നിങ്ങൾ പറയാം. കാരണം ഓരോ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്, ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ ഇടതുപക്ഷം മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. സംഘപരിവാരത്തിനെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുന്നവരാണ്. ഈ രാജ്യത്ത് മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷം. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്.